ഹലോ ഗൈസ്, പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മളിന്ന് ഒരു S20 കുറിച്ചായിട്ട് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ കൈക്ക് ഫോണില്ല, ഞാൻ ഫുള്ളായിട്ട് അതിനെ കുറിച്ച് ആ ഫോണിനെ കുറിച്ച് ഞാൻ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു കമൻറ്റ് വന്നുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കുത്തി പൊട്ടിച്ചാൽ എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാട്ടിത്തരാം. S20 കുറിച്ച് അറിയണമെന്നുണ്ടോലെ ഈ ഒരു വീഡിയോ കണ്ടോളി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറക്കാം. ഗൈസ്, നമ്മൾ S20 അൾട്രനെ കുറിച്ചായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ 5G ആണ്. ഫോണിൻ്റെ പ്രത്യേകതകൾ ഞാൻ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ടിൽ നമ്മൾ 40 MB ക്യാമറ ഇട്ടാണ് വരുന്നത്. അത്യാവശ്യം അടിപൊളി തന്നെ. കാരണം 4K 30 FPS ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നേരെ മേലത്തെ ക്യാമറ 12 MB, പിന്നെ അതിൻ്റെ അടിയത്തെ ക്യാമറ 108 MB, പിന്നെ 48 MB സൂമിങ് സെൻസറായിട്ട് വരുന്നത്. അതുപോലെ ഗൈസ്, ഈ S20 അൾട്രയിൽ സൂമിങ് അണ്ടർച്ച് ആട്ടോ. എന്തായാലും അടിപൊളി. ഈ S20 അണ്ടർച്ച് ഉണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇതിന്റെ പ്രൊസസ്സർ വരുന്നത് Exynos 990 ആട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല ഒരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറിന് ഒരു പ്രശ്നം വരുന്നുണ്ട്. ന്യൂ ഫോണുകൾ ഇറക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സർ പവർ കുറക്കണതാണ്. ഇവര് അപ്ഡേറ്റ് കൂടി ഇവലെ സിസ്റ്റത്തിൽ കൂടി നമ്മളെ ഈ Exynos 990 പ്രോസസ്സറിന്റെ പവർ അങ്ങോട്ട് കുറക്കൂട്ടും. Exynos ചിപ്പ് എല്ലാതും അങ്ങനെ കാട്ടല്. പ്രോസസ്സർ 2 വിധമായിട്ടുണ്ട് കേട്ടോ. ഫോണിന് ഒരു പ്രോസസ്സർ ഉള്ളൂ, പക്ഷേ നമ്മളെ ഇന്ത്യയിലുള്ള പ്രോസസ്സറാണ് Exynos. അതുപോലെ ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ അങ്ങനത്തെ രാജ്യങ്ങളിലാണ് സ്നാപ്ഡ്രാഗൺ 865 വരുന്നത്. അതുകൊണ്ട് സ്നാപ്ഡ്രാഗൺ 865 പിന്നെയും കുറച്ച് മെച്ചമായിട്ട് തോന്നിയത്. അതാകുമ്പോൾ പവറും കാര്യങ്ങളൊന്നും കുറക്കൂല. അപ്പൊ അത്യാവശ്യം അടിപൊളി തന്നെ ഈ കാര്യം. പിന്നെ ഈ ഫോണിന് വരുന്നത് 12 GB റാം 128 GB സ്റ്റോറേജ് കേട്ടോ. 2 GB റാം അത്യാവശ്യം അടിപൊളി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അല്ലെ S20 ഈ ഒരു ഇത് കൂടി വരുന്നുണ്ട് കേട്ടോ. 16 GB റാമും കൂടി വരുന്നുണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 865 ഒന്നും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ക്ലോക്ക് സ്പീഡ് പറയുന്നത് 2.8. ഈ ഒരു ഫോണിന് സിംഗിൾ സിം ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ആണ് ഫിംഗർ ഉള്ളത്. ഇത് പിന്നെ ഇപ്പോഴത്തെ മോഡലിലൊക്കെ അങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് 8K ഇതിൽ സപ്പോർട്ടിംഗ് ആണ്. 8K നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ വാട്ടർ റെസിസ്റ്റന്റ് ആട്ടോ. വെയിറ്റ് വരുന്നത് 222 ഗ്രാമാണ്. നമ്മൾ ബാറ്ററിന്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ആണ് കേട്ടോ. ഗുഡ് കണ്ടീഷൻ ആണ് കേട്ടോ ബാറ്ററി ലൈഫ് ഒക്കെ. പിന്നെ 5G ആണ് വരുന്നത്. 16 GB റാമുള്ള ഫോണാണെങ്കിൽ നമുക്ക് 512 GB സ്റ്റോറേജ് ആണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം അടിപൊളിയായി. പിന്നെ നമ്മൾ പറയാനുള്ള 25 വാട്ടിന്റെ പവർ ചാർജിങ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കുത്തി പൊട്ടിക്കുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബൈ.